ഓപ്പറേഷൻ നംഖോർ പരിശോധന ശക്തമാക്കിയതോടെ ഉടമകൾ വാഹനങ്ങൾ മാറ്റിക്കളഞ്ഞെന്ന് കസ്റ്റംസ്. വാഹനങ്ങളുടെ നിറവും നമ്പർ പ്ലേറ്റും മാറ്റിയെന്നുള്ള സംശയവുമുണ്ട്. വാഹനങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കടത്താതിരിക്കാൻ പരിശോധന കർശനമാക്കാൻ ചെക്ക് പോസ്റ്റുകൾക്ക് കസ്റ്റംസ് നിർദ്ദേശം നൽകി. ഭൂട്ടാനിൽ നിന്ന് കാർ കടത്തിയ സംഭവത്തിൽ നടൻ അമിത് ചക്കാലക്കലിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ ലാൻഡ് ക്രൂയിസറിന്റെ ഫസ്റ്റ് ഓണർ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരി ഇന്ന് കസ്റ്റംസിന് മുന്നിൽ ഹാജരാകും. എസ് ശ്യാംകുമാർ വിവരങ്ങൾ മറ്റുന്നു. ശ്യാം, കസ്റ്റംസിന്റെ വിശദമായ വാർത്താ സമ്മേളനം കണ്ടപ്പോഴേ തോന്നിയായിരുന്നു ഇതുപോലൊക്കെ എന്തെങ്കിലും കേൾക്കേണ്ടി വരുമെന്ന്. ശ്യാം, ഗുഡ് മോർണിംഗ്. വീണ്ടും ഗുഡ് മോർണിംഗ്. ഹാഷ്മി, അഗൈൻ ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡിലേക്ക് കസ്റ്റംസ് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളത്തിലേക്ക് ഭൂട്ടാനിൽ നിന്നും കടത്തിയെന്ന കസ്റ്റംസ് കരുതുന്ന 38 വാഹനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനം, അതായത് ആദ്യ ഉടമയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ഒരു വാഹനമാണ് ഇന്നലെ കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നും പിടികൂടിയത്. ഇതിന്റെ ഉടമസ്ഥനാണ് മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരി. ഈ പേര് ആദ്യം ഉണ്ടായിരുന്ന അഡ്രസ് ഉൾപ്പെടെ കാണിച്ചിരുന്നത് അസ്സാമിലാണ്. അവിടെ അസ്സാമിൽ തിരക്കിയപ്പോൾ അങ്ങനെ ഒരു മാഹിൻ അൻസാരിയെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീടുള്ള അന്വേഷണത്തിലാണ് മൂവാറ്റുപുഴക്കാരൻ മാഹിൻ അൻസാരിയിലേക്ക് ഈ കേസിന്റെ അന്വേഷണം എത്തുന്നത്. അങ്ങനെ അയാളോട് ഇന്ന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, മറ്റു കാറുകളൊക്കെ പല ഉടമകളിൽ നിന്നും കൈമാറിയാണ് യഥാർത്ഥ ഉടമയിലേക്ക്, നിലവിലെ ഉടമയിലേക്ക് എത്തിയതെങ്കിൽ ഇത് ആദ്യ ഉടമയിൽ നിന്ന് നേരിട്ടാണ് ഈ മാഹിൻ അൻസാരിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കടത്തിന്റെ കണ്ണികൾ ആര് എന്ന് ഈ കേസിൽ കസ്റ്റംസിന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. അതുതന്നെയാണ് കസ്റ്റംസിന്റെ ഈ കേസിലെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇങ്ങനെയുള്ള വിദേശത്ത് നിന്ന് കാറുകൾ, മോഷ്ടിച്ചതും അല്ലാത്തതുമായ കാറുകൾ കടത്തുന്നതിലെ സംഘമാര് എന്നുള്ളത് കണ്ടെത്താൻ മാഹിൻ അൻസാരിയെ കൊണ്ട് സാധിക്കുമെന്നാണ് കസ്റ്റംസ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന കാറുകൾ വിവിധ ചെക്ക് പോസ്റ്റുകൾ വഴി കടത്തപ്പെടാൻ സാധ്യതയുണ്ട് എന്ന അറിയിപ്പ് ചെക്ക് പോസ്റ്റുകളിൽ കൊടുക്കുകയും വാഹനങ്ങളുടെ ഡീറ്റെയിൽ സഹിതം അവിടെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്നലെയും ഈ നടൻ അമിത്തിനെ ചോദ്യം ചെയ്തതിൽ കസ്റ്റംസ് തൃപ്തരല്ല. 10 ദിവസത്തിനകം 8 വാഹനങ്ങളുടെ എല്ലാ രേഖകളും ഹാജരാക്കാനാണ് ഇന്നലെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. തന്റെ ഗാരേജിലുള്ളത് മറ്റാളുകളുടെ വാഹനങ്ങൾ കൂടിയാണെന്ന് അമിത് പറഞ്ഞിരുന്നു. അങ്ങനെ അമിത് പറഞ്ഞ 3 പേർ കൂടി ഇന്നലെ കസ്റ്റംസിന് മുന്നിൽ എത്തുകയും ചെയ്തു. പക്ഷേ ഇവരെയൊന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് കസ്റ്റംസ് തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഈ കേസിൽ ഒരു കോയമ്പത്തൂർ ബന്ധം കസ്റ്റംസ് സംശയിക്കുന്നുണ്ട്. കാരണം ഈ വാഹനങ്ങളുടെ പാർട്സ് കോയമ്പത്തൂരിൽ നിന്നും വാങ്ങിയെന്ന് അമിത് പറഞ്ഞിരുന്നു. ഇതേ സംഘത്തെ 1 വർഷം മുമ്പ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരുന്നു. കാരണം അത് മോഷ്ടിച്ച വാഹനങ്ങളുടെയും ആന്റിക് വാഹനങ്ങളുടെയും ഒക്കെ ഈ പാർട്സ് കടത്തുന്ന സംഘമായിരുന്നു. ഇവരുമായിട്ടുള്ള ഈ അമിത്തിന്റെ ഇടപാട് എന്താണ് എന്നുള്ളതാണ് കസ്റ്റംസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ഏതായാലും അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.